നമുക്കിന്ന് എങ്ങനെയാണ് കേരള PSC നോട്ടിഫിക്കേഷൻസ് മൊബൈലിലൂടെ വെറും 5 രൂപയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിതിനായി വേണ്ടത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പഫിൻ ബ്രൗസറാണ്. ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. നമുക്ക് മനസ്സിലാക്കാം. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് പഫിൻ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പഫിൻ എന്ന് സെർച്ച് ചെയ്യുക. പഫിൻ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുക. പഫിൻ ബ്രൗസർ ഡൗൺലോഡ് ആവുകയാണ്. അതിനുശേഷം പഫിൻ ബ്രൗസർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പഫിൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എങ്ങനെ 5 രൂപയ്ക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഡെയിലി സബ്സ്ക്രിപ്ഷൻ 5 രൂപയുടെ ഡെയിലി സബ്സ്ക്രിപ്ഷൻ എടുക്കുക. പേയ്മെൻറ്റ് ചെയ്യുക. ഗൂഗിൾ പേ ഉപയോഗിച്ച് 5 രൂപ പേയ്മെൻറ്റ് ചെയ്യുക. പഫിൻ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആകുകയാണ്. ആക്റ്റീവ് ആയതിനു ശേഷം പഫിൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. പഫിൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഈ സ്റ്റെപ്പിൽ പഫിൻ ബ്രൗസർ ഓപ്പൺ ചെയ്തു. പഫിൻ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ആഡ്സ് ആണ് വരിക. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ PSCയുടെ ലോഗിൻ സൈറ്റ് തുളസിയുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റെപ്പിൽ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. പ്രൊഫൈൽ ലോഗിൻ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. OTP വരും. അതിനുശേഷം നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോർമൽ ചെയ്യും പോലെ പ്രൊഫൈൽ സ്റ്റേറ്റ് ഡയറക്ടർ ജനറൽ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്തു. SBCID ആണ് പോസ്റ്റ് സെലക്ട് ചെയ്തത്. SBCID പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൗസ് പോയിൻ്റർ ഓപ്പൺ ചെയ്യുക എന്നത്. സെറ്റിംഗ്സിൽ മൗസ് പോയിൻ്റർ ഓപ്പൺ ചെയ്യുക. സ്മാർട്ട് പോയിൻ്റർ ഉപയോഗിക്കാം, ട്രാക്ക് പാഡ് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും മൗസ് പോയിൻ്റർ ഇവിടെ ലഭ്യമാണ്. ഇതാണ് നമുക്ക് ബാക്കി ബ്രൗസറിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം. മൗസ് പോയിൻ്റർ ഓപ്പൺ ചെയ്തു. എലിജിബിലിറ്റി ചെക്ക് ചെയ്തു. അപ്ലൈ നൗ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡിക്ലറേഷൻസ് എല്ലാം ടിക്ക് ചെയ്യുക. ഡിക്ലറേഷൻസ് ടിക്ക് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. ഡിക്ലറേഷൻസ് ടിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വിസിബിൾ ആകുന്നതാണ്. വളരെ സിമ്പിളായിട്ട് വെറും 5 രൂപയ്ക്ക് നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ഒരു ഡെയിലി സബ്സ്ക്രിപ്ഷൻ എടുത്ത എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് താലൂക്ക് സെലക്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ വരുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. ഓക്കെ എടുക്കുക. എക്സാമിനേഷൻ സെൻറ്റർ പ്രിഫർ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യുന്നത്. എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. താലൂക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന പോപ്പപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്തതിന് ശേഷം എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം സർട്ടിഫൈ ചെയ്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുൻപോട്ടുള്ള വീഡിയോസ് നിങ്ങൾ എത്തിക്കുന്നതിന് മാക്സിമം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.